ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇത് തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് പച്ചരിയാണ്. ഞാൻ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് തേങ്ങയാണ്. ഇനി തേങ്ങയൊക്കെ പൾസ് ബട്ടണിലിട്ടിട്ട് 2-3 വട്ടം ഒന്ന് പൾസ് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് അരഞ്ഞു പോവണ്ട. കണ്ടോ, ഈ ഒരു പാകത്തിലാണ് തേങ്ങയൊക്കെ നമുക്ക് കിട്ടേണ്ടത്. ഈ തേങ്ങയും വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അടിച്ചെടുത്തില്ലേ, ഇതേ ജാറിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചരിയില്ലേ, അതാണ് ഇട്ട് കൊടുക്കണത്. ഒപ്പം തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള പച്ചരിയിലേക്ക് 1 കപ്പ് ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓർഗാനിക് ശർക്കരയാണ്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചേർത്ത് കൊടുത്തത്. നിങ്ങളിപ്പോൾ എടുക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പാനിയാക്കിയിട്ട് അരിച്ചിട്ട് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇപ്പോൾ നിങ്ങൾ ശർക്കര പാനിയാണ് ചേർക്കണതെങ്കിൽ നമ്മൾ ആദ്യമേ പച്ചരിയൊക്കെ വെള്ളം ഒഴിച്ചിട്ടല്ലേ അരച്ചെടുത്തേ, അതിന് പകരമായിട്ട് ഈ ഒരു ശർക്കരപ്പാനി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുത്താൽ മതി. അതുപോലെ നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയാക്കാനായിട്ട് മെഷർമെൻറ്റ് കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ എടുക്കണ തേങ്ങയും ശർക്കരയും പച്ചരിയൊക്കെ അല്ലേ, എല്ലാതും ഒരേ അളവിൽ തന്നെ എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിത് ശർക്കരപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ലൂസായിട്ട് വരും. കണ്ടോ, ഇതുപോലെ. നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ളി ഉപ്പും നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചതച്ചെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ കുരുമുളകാണ്. ഇപ്പോൾ കുറച്ച് പേരൊക്കെ വിചാരിക്കുന്നുണ്ടാവും കുരുമുളകൊക്കെ ചേർത്തി കഴിഞ്ഞാൽ നന്നാകുമെന്ന്. ഒരു കുഴപ്പമില്ല കേട്ടോ, ധൈര്യമായിട്ട് തന്നെ ചേർത്തോളൂ. കുരുമുളകും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയാക്കുമ്പോൾ കഴിക്കാനായിട്ട് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയാക്കാനായിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ എടുക്കേണ്ടത്. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുത്ത ശേഷം ഞാൻ ഒരു വാഴയിലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. വാഴയില ഇതുപോലെ വെച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയായി വരുന്ന സമയത്ത് പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട് വാഴയില വെച്ച് കൊടുത്തേ ഉള്ളൂ. ഇനി ഈ വാഴയിലയുടെ മുകളിലായിട്ടും കുറച്ച് ചതച്ചെടുത്തിട്ടുള്ള കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചരിയുടെയും തേങ്ങയുടെയും മിക്സിലെ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഈ പാത്രം ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. നമ്മളിത് കുറച്ച് കട്ടിയിൽ തയ്യാറാക്കണ കൊണ്ട് വെന്ത് കിട്ടാനായിട്ടും കുറച്ച് കൂടുതൽ സമയമെടുക്കുവേ. ആദ്യം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. 20 മിനിറ്റൊക്കെ കഴിയണ സമയത്ത് ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം 30 മിനിറ്റ് കൂടെ സമയമെടുക്കും കേട്ടോ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട്. നമ്മുടെ പലഹാരത്തിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് ഈ ഒരു സമയത്തിലൊക്കെ വ്യത്യാസം വരാം. ഇതുപോലെ തന്നെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും സ്റ്റീൽ പ്ലേറ്റൊക്കെ ഉണ്ടാവില്ലേ, അതിലേക്ക് ഈ മാവ് ഒഴിച്ചിട്ട് വേവിച്ചിട്ടെടുത്താലും മതി. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടുമല്ലോ. നമുക്കിപ്പോൾ ഇത് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് തണുത്ത് വരണ സമയത്ത് ഇതിൻ്റെ സൈഡൊക്കെ ഇല്ലേ നല്ലപോലെ വിട്ടുവരും. ഇത് തണുത്തപ്പോൾ കണ്ടോ, സൈഡൊക്കെ നല്ലപോലെ വിട്ട് വന്നിട്ടില്ലേ. ഇത് 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇതിൻ്റെ സൈഡൊന്നും പിന്നെ കത്തി വെച്ചിട്ടൊന്നും വിടിയിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും ആക്കി കൊടുത്താൽ തന്നെ മതി. നമ്മളിതിലേക്ക് കുരുമുളകൊക്കെ ചേർത്തില്ലേ, അതുകൊണ്ട് തന്നെ ചെറിയൊരു എരിവും മധുരവും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റാട്ടോ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ഉണ്ടാവുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. കൂടെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്